ഗീവർഗീസ് പുണ്യാളൻ. അവിടെ മുട്ട നിറച്ച് നടത്താം. തേങ്ങ തമിഴ്നാട്ടിലൊക്കെ ചെയ്യുന്നുണ്ട്. തേങ്ങ വഴിപാട്, പ്രാർത്ഥന. പിന്നെ ശുക്രൻ്റെ വഴിപാടിന് അൽഫോൺസ് അമ്മയ്ക്ക്, കന്യകയാണ് അൽഫോൺസ് അമ്മ. അപ്പോൾ ശുക്രൻ്റെ ഒരു ദോഷത്തിന് വിവാഹ തടസ്സം, ഇതിനെ അൽഫോൺസ് അമ്മയ്ക്ക് പരിഹാരം നടത്തുന്നതൊക്കെ നമുക്ക് ദോഷകഠിനം. അത് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥന. ജ്യോതിഷത്തിൽ മറ്റു മതസ്ഥർക്ക് അവരുടെ വിശ്വാസപ്രകാരം പ്രശ്നപരിഹാരം സാധിക്കുമോ? നമ്മോടൊപ്പം ഇന്ന് പ്രസിദ്ധ ജ്യോതിഷനായ ശ്രീ ആറ്റുകാൽ മുത്തുകുമാർ സാറാണുള്ളത്. നമസ്കാരം. നമസ്കാരം. അപ്പോൾ മറ്റു മതസ്ഥരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ വിശ്വാസപ്രകാരം പ്രശ്നങ്ങൾക്ക് പരിഹാരം തീർച്ചയായിട്ടും പരിഹാരം ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് സാധിക്കുക? ഇപ്പം ക്രിസ്തു മതത്തിലാണെങ്കിൽ ഇപ്പം നമുക്ക് ഈ കേതുവിൻ്റെ ഒരു ഇത് പറയുന്നുണ്ട്. അതായത് തടസ്സം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അതായത് കേതുവിന് ഹേതുവില്ല. അപ്പം അതിന് നമുക്കൊരു തടസ്സം മാറാൻ അവരുടെ പുണ്യാളച്ചനുണ്ട്, ഗീവർഗീസ് പുണ്യാളൻ. അവിടെ മുട്ട നിറച്ച് നടത്താം. തേങ്ങ തമിഴ്നാട്ടിലൊക്കെ ചെയ്യുന്നുണ്ട്. തേങ്ങ വഴിപാട്, പ്രാർത്ഥന. പിന്നെ ശുക്രൻ്റെ വഴിപാടിന് അൽഫോൺസ് അമ്മയ്ക്ക്, കന്യകയാണ് അൽഫോൺസ് അമ്മ. അപ്പോൾ ശുക്രൻ്റെ ഒരു ദോഷത്തിന് വിവാഹ തടസ്സം, ഇതിനെ അൽഫോൺസ് അമ്മയ്ക്ക് പരിഹാരം നടത്തുന്നതൊക്കെ നമുക്ക് ദോഷകഠിനം. അത് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥന. മുസ്ലിം അവരുടെ മാർഗത്തിലാണെങ്കിൽ നമുക്ക് സർപ്പപ്രീതി അവർക്ക് ചെയ്യാനുള്ള അവരുടെ ഖബറുണ്ട്. അതായത് തമിഴ്നാട്ടിലെ ആത്തങ്കരൈ പള്ളിവാസൽ, അവിടെ അവരത് ചെയ്യുന്നുണ്ട്. അവിടെ എണ്ണ വഴിപാടും പട്ട് വഴിപാടുമാണ്. അതായത് പച്ച പട്ട് വാങ്ങിച്ചു കൊടുക്കും. എണ്ണ വഴിപാട്, നിലവിളക്കിൽ എണ്ണ ഒഴിച്ച് വഴിപാട്, പ്രാർത്ഥന. അത് നമുക്ക് നല്ല അതിൻ്റെ അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട് ആൾക്കാർക്ക്. അതായത് ദോഷം. വേളാങ്കണ്ണിക്ക് അടുത്തൊരു പള്ളി ഉണ്ടല്ലോ, വേളാങ്കണ്ണി അവർക്ക് നടത്താം. അത് പുത്രസമ്പത്തിന്, വേളാങ്കണ്ണി മാതാവിന് പുത്രസമ്പത്ത് കിട്ടാൻ. അത് നാഗൂർ ദർഗ, അവിടെയും നേർച്ച നടത്താം. അവിടെയും ഈ കുട്ടികളുടെ ഒരു നേർച്ചയാണ് അവിടെ. അപ്പം ഏതൊരു ഇതിനും ഇവർക്ക്. അതുപോലെ തന്നെ ക്ഷേത്രപരിഹാരം പോലെ തന്നെ നമുക്കിപ്പം സഹജീവികളെ സ്നേഹിക്കുക. അത് ഞാൻ വേറൊരു വീഡിയോ പറഞ്ഞായിരുന്നു. അതായത് ഇപ്പം ഇതിലൊന്നും വിശ്വാസമില്ലാത്തവർ, എനിക്ക് ദൈവവിശ്വാസം ഇല്ല, അല്ലെങ്കിൽ പള്ളിയിൽ ഞാൻ പോകില്ല, അമ്പലത്തിൽ പോകില്ല, ഇങ്ങനെയുള്ളവർക്ക് സഹജീവികൾക്ക്. ഇപ്പം ഒരു കുട്ടി പഠിക്കുന്നില്ല, പഠനത്തിന് പിന്നോക്കമാണ്, പരിഹാരമുണ്ട്. പ്രാവിന് ഗോതമ്പ് ധാന്യം എല്ലാ ബുധനാഴ്ചയും കൊടുക്കുക, അത് പരിഹാരമാണ്. പിന്നെ നമ്മളെ അങ്ങാടി കുരുവിക്ക് പച്ചരി കൊടുക്കുന്നത്, പച്ചരി പൊടിച്ച് കൊടുക്കുന്നതും അതും പരിഹാരമാണ്. പിന്നെ ചൊവ്വയുടെ പരിഹാരം, കുജന് നമ്മളെ കട്ടുറുമ്പിന് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള വരുന്ന എറുമ്പിന് പച്ചരി മാവ് കോലം, അത് ഹിന്ദുക്കളുടെ വീട്ടിലാണ് കൂടുതലും ചെയ്യുന്നത്. പച്ചരി മാവ് കോലം ഇടുന്നത് എറുമ്പിന് ഫുഡ് കൊടുക്കുന്നതാണ്. അതും നമുക്ക് ഈ കുജൻ്റെ ദോഷം മാറി കിട്ടും. കേതുവിന് നമ്മളെ ഇത് പ്രകാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആന ഊട്ട് നടത്തുക, ശർക്കര, ആനയ്ക്ക് ഊട്ട് നടത്തുന്നത്, ശർക്കര കൊടുക്കുന്നത്, പഴം കൊടുക്കുന്നത് കേതുവിനാണ്. ആനയ്ക്ക് ഊട്ട് ചെയ്യുന്നത് കേതുവിനാണ്. പിന്നെ ബുധൻ്റെ ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ, ഗുരുവിനാണെങ്കിൽ അത് വൈദിക കർമ്മമേ പറഞ്ഞിട്ടുള്ളൂ. വൈദിക കർമ്മം എന്ന് പറയുമ്പോൾ പഠിക്കുന്ന, അതായത് ഇപ്പോൾ ഏത് മതസ്ഥ കുട്ടികളാണെങ്കിലും, ഇപ്പം ബൈബിൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും, പഠനശാല ഇവിടെയുള്ള കുട്ടികൾക്ക് ബുക്സ് വാങ്ങിച്ചു കൊടുക്കുന്നത്, പേന വാങ്ങിച്ചു കൊടുക്കുന്നത്, അത് വളരെ നല്ലതാണ്. പിന്നെ അവരുടെ ഖബറിൽ എണ്ണ വാങ്ങിച്ച്, വിളക്ക് കത്തിക്കുകയാണെങ്കിൽ എണ്ണ വാങ്ങിച്ചു കൊടുക്കുന്നത്, പ്രാർത്ഥിക്കുന്നതൊക്കെ അവരുടെ വിശ്വാസപ്രകാരം അത് ചെയ്യാം. പിന്നെ മറ്റേ ഇത് നോക്കുകയാണെങ്കിൽ, ഇപ്പം ശനീശ്വരൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ വൃദ്ധസദനത്തിൽ ഫുഡ് കൊടുക്കുക, അത് പക്കനാടിന്. ഇപ്പം അവർ പറയുകയാണെങ്കിൽ എനിക്ക് ബിസിനസ്സിൽ വളരെ കഷ്ടതയാണ്, മാനസികമായിട്ടൊക്കെ ഭയങ്കര പ്രശ്നത്തിൽ നിൽക്കുകയാണ്, ഒന്നിലും ലാഭം വരുന്നില്ല, അല്ലെങ്കിൽ ജോലിക്കാരെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ. ഇപ്പോൾ ഒരു വലിയ കമ്പനി വെച്ച് നടത്തുന്നു, 10-30 ജോലിക്കാർ വേണം, അല്ലെങ്കിൽ 10-200 പേര്, അതായത് ലേബേഴ്സ്, ഇവരെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ വരുന്നു, ഒന്നും ശരിയാവണില്ല, ലാഭവിഹിതം കുറയുന്നു. ഇങ്ങനെയുള്ള കഷ്ടതകൾ മാറാനാണ് വൃദ്ധസദനത്തിൽ പക്കനാടിന് അവിടെ ഒരു 10 പേരുണ്ടെങ്കിലും ഒരു 30 പേരുണ്ടെങ്കിലും ഫുഡ് കൊടുക്കുന്നത്, ഒരു നേരം അന്നദാനം നടത്തുന്നത് ദോഷകഠിനം കുറയ്ക്കും. സൂര്യൻ്റെ ഒരു പരിഹാരം, ചിലവർക്ക് ഞരമ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അസുഖം, ഇവർ ചെയ്യേണ്ടത് അൽമേഷ്യസിൻ്റെ അസുഖമുള്ള കുട്ടികൾക്ക് ധനസഹായം, ചികിത്സയ്ക്കുള്ള ധനസഹായം ചെയ്യുന്നതൊക്കെ ഈ ദോഷകാഠിന്യം കുറയ്ക്കും. ഇത് നമുക്ക് ഫലപ്രദമാണിത് ചെയ്യുമ്പോൾ. അതായത് ഈ സഹജീവികൾക്ക് കൊടുക്കും പോലെ തന്നെ സഹമനുഷ്യർക്കും ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ്. ദോഷങ്ങൾക്ക് ക്ഷേത്ര പരിഹാരം പോലെ തന്നെ ഇത് കൊടുക്കുന്നത് പ്രാധാന്യം. അതായത് മാനവസേവ,
മാധവസേവ. ഇത് എല്ലാവർക്കും ചെയ്യാം, എല്ലാ മതസ്ഥർക്കും ചെയ്യാം. അത് അവർക്ക് ഇഷ്ടമാണല്ലോ, അത് കൊടുക്കുന്നതിൽ തർക്കിക്കില്ലല്ലോ. ഇപ്പം പഠിക്കുന്ന കുട്ടിക്ക് ബുക്സ് വാങ്ങിച്ചു കൊടുക്കുന്നതിൽ ആരെങ്കിലും തർക്കിക്കൂ? ഒരു അസുഖം വന്നു കഴിഞ്ഞു അതിന് ധനസഹായം, അതൊക്കെ ചെയ്യുന്നത് നല്ലതല്ലേ, അത് ചെയ്യും. അതായത് ഓരോ ഗ്രഹപ്പഴയ്ക്കാണ് നമ്മളിത് ചെയ്യുന്നത്, ഈ പരിഹാരം. ഇപ്പം ചന്ദ്രൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഗോശാലയിൽ പുല്ല് വാങ്ങിച്ചു കൊടുക്കുന്നതും ഗോശാലയ്ക്കുള്ള, അതായത് പശുവിന് അതിനുള്ള പരിഹാരം, അതായത് പശുവിനെ പരിപാലിക്കുന്ന ഒരു പരിഹാരമാണ്. അതിലേക്കുള്ള ഫുഡ് വാങ്ങിച്ചു കൊടുക്കുന്നത് നമുക്കിത്. ഈ പാഠശാലയിലെ കുട്ടികൾക്ക് ബുധൻ്റെ ഇതിനാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ചന്ദ്രപ്രീതി, ഇതെല്ലാം ഓരോ ഗ്രഹപ്രീതിക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം ചൊവ്വയുടെ പ്രീതിക്ക് ഉറുമ്പിന് പച്ചിരി കോല ഇടുന്നതും, ബുധപ്രീതിക്ക് പ്രാവിന് ധാന്യമണി ഗോതമ്പ് വാങ്ങിച്ചു കൊടുക്കുന്നതും, കേതു ഗ്രഹപ്രീതിക്ക് ആനയ്ക്ക് ആനയൂട്ട് നടത്തുന്നതും, ഗുരുവിന് പഠിക്കുന്ന കുട്ടികൾ പാഠശാലയിൽ പഠിക്കുന്ന, അത് വൈദിക പഠനമാണെങ്കിലും ശരി, മത സംബന്ധമായിട്ട് ബുക്സ് വാങ്ങിച്ചു കൊടുക്കുന്നതൊക്കെ നമുക്ക് ദോഷകാഠിന്യം കുറഞ്ഞു കിട്ടും. ഇപ്പം ശനിയുടെ പ്രീതിക്ക് വൃദ്ധസദനത്തിന് ഫുഡ് കൊടുക്കുന്നതും, സൂര്യൻ്റെ ഗ്രഹപ്രീതിക്ക് ഈ അൽമേഷ്യസ് ബാധിച്ച കുട്ടികൾക്ക് അപ്പോൾ നമുക്ക് ധനസഹായം, അതായത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് മെഡിസിന് വേണ്ടിയുള്ള ധനസഹായമൊക്കെ ചെയ്യുന്നത് നമുക്ക് ദോഷകാഠിന്യം വളരെ കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ ചൊവ്വയുടേതിന് ഉറുമ്പിന് കോലം, ഇതൊക്കെ നടത്തുന്നത് വളരെ നല്ലതാണ്. അതിർവരമ്പുകളില്ലാതെ ഭാരതീയ ജ്യോതിഷം എല്ലാവരിലേക്ക് എത്തുകയും എല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമസ്കാരം. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.